ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അൽഫിൻ അബ്ദുൽ സലാം. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു നോട്ടിഫിക്കേഷൻ കെ വാസു അല്ലെങ്കിൽ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി അഥവാ വെറ്റിനറി മെഡിക്കൽ കോളേജുകളുടെ യൂണിവേഴ്സിറ്റി സർവകലാശാല പുതിയ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. വെറ്റിനറി മെഡിക്കൽ കോളേജുകളിലേക്കുള്ള ഫാക്കൽറ്റികളുടെ ഒഴിവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമും ബന്ധിപ്പിച്ചുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ICAR UGC നെറ്റ് കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തികൾക്ക് എന്താണ് ഈ പ്രസ്തുത പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം, ജോലി കരസ്ഥമാക്കാം. ഇത്തവണ മൊത്തം എത്രയാണ്? 74 വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. EBT കാറ്റഗറിയിൽ 10, SC കാറ്റഗറിയിൽ 7, മുസ്ലിം കാറ്റഗറിയിൽ 8, LCAI കാറ്റഗറിയിൽ 3, EWSൽ 7, OBCയിൽ 2, എന്താണ് SIUC 1, ST 1, SCCC 1, ബാക്കി മറ്റ് കാറ്റഗറികളായിട്ട് 30, 1, 1, 2 ആയിട്ട് 74 വേക്കൻസികളാണ് എന്താണ് വെറ്റിനറി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ഫാക്കൽറ്റികൾക്ക് വന്നിട്ടുള്ളത്, ഒഴിവുകളിലേക്ക് വന്നിട്ടുള്ളത്. ഇതിൽ ഫാക്കൽറ്റി ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസിൽ 28 വേക്കൻസികളും ഫാക്കൽറ്റി ഓഫ് ഡയറി സയൻസസിൽ 46 വേക്കൻസികളുമാണ് ഉള്ളത്. അപ്പോൾ മൊത്തം 74 വേക്കൻസികളുണ്ട്. 46 വേക്കൻസികൾ എന്തിലേക്കാണ്? ഫാക്കൽറ്റി ഓഫ് ഡയറി ഓഫ് സയൻസസിലേക്കും ഫാക്കൽറ്റി ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസിലേക്ക് 28 വേക്കൻസികളുമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഈ 74 തസ്തികകളിലേക്ക് അല്ലെങ്കിൽ ഫാക്കൽറ്റി തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് www.kvasu.co.ac.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വായിക്കുവാനും അതിൽ എത്രത്തോളം നിങ്ങളുടെ സബ്ജക്ട്സുമായിട്ട് ഇൻക്ലൈൻഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതുമാണ്. ഇതിൽ ICAR ആൻഡ് UGC നെറ്റുകൾ പക്കലുള്ള പ്രത്യേക സബ്ജക്റ്റുകളിൽ ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ എന്നുള്ളത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ICAR UGC നെറ്റുകൾ നിങ്ങൾക്ക് പ്രസ്തുത സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് മാർക്കിൻ്റെ ഘടന പോകുന്നത്. ഗ്രാജുവേഷനിൽ 80% ആൻഡ് എബോവ് എന്നുള്ളവർക്ക് 15 മാർക്കും, 60% മുകളിലുള്ളവർക്ക് 13 മാർക്കും, 60% താഴെയുള്ളവർക്ക് 10 മാർക്കും, 55% താഴെയുള്ളവർക്ക് 5 മാർക്കുമാണ്. പോസ്റ്റ് ഗ്രാജുവേഷനിൽ അതേ ഘടന തന്നെ 25, 23. SC ST PWD OBC നോൺ ക്രീമി ലെയറിന് 60%-ലും 50 to 80% ഉള്ളവർക്ക്, ബട്ട് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 20 മാർക്കുമായിട്ടായിരിക്കും പോകുന്നത്. ഇവിടെ നമ്മുടെ നെറ്റ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് ഉള്ളവർക്ക് 3 മാർക്കും, നെറ്റ് ഉള്ളവർക്ക് 5 മാർക്കും, JRF ഉള്ളവർക്ക് 7 മാർക്കും, PhD ഉള്ളവർക്ക് 30 മാർക്കുമാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ സ്കോറിൽ വ്യത്യാസം വരിക. സെറ്റ് ഉള്ളവർക്ക് 3 മാർക്കും, നെറ്റ് ഉള്ളവർക്ക് 5 മാർക്കും, നെറ്റ് വിത്ത് JRF ഉള്ളവർക്ക് 7 മാർക്കും, PhD ഉള്ളവർക്ക് 30 മാർക്കുമായിരിക്കും നിങ്ങൾക്ക് വെയിറ്റേജ് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ പബ്ലിക്കേഷൻസിൻ്റെ ഹിസ്റ്ററിയും അനുസരിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള 10 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പോൾ ഡൊമൈൻ നോളജിന് ഡൊമൈൻ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഡൊമൈൻ നോളജ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാം കൂടി 75 മാർക്കും, പ്രസന്റേഷൻ സ്കിൽസ് ഇൻക്ലൂഡിംഗ് ദ എബിലിറ്റി ടു ആർട്ടിക്കുലേറ്റ് ഇൻ മലയാളം ആൻഡ് ഇൻ ഇംഗ്ലീഷ് പ്രസന്റേഷൻ സ്കിൽസിന് 25 മാർക്കും ഉൾപ്പെടെ 100 മാർക്കിലായിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂവും ഉണ്ടാവുക. വെറ്റിനറി അനാട്ടമി, വെറ്റിനറി ഫിസിയോളജി, വെറ്റിനറി ബയോകെമിസ്ട്രി, വെറ്റിനറി മൈക്രോബയോളജി, വെറ്റിനറി പാരസൈറ്റോളജി എന്നീ സബ്ജക്റ്റുകൾ ഉൾപ്പെടെയുള്ള വെറ്റിനറി സബ്ജക്റ്റുകളിൽ ICAR നെറ്റ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക, ഏറ്റവും പെട്ടെന്ന് തന്നെ വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ കരിയേഴ്സിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. ഉടൻ തന്നെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറുമായിട്ട് മുൻപോട്ട് പോവുക.
കിട്ടുന്ന ഓരോ അവസരവും നിങ്ങൾ പാഴാക്കാതെ യൂസ് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളുടെ ഫീഡിൽ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആസ്പിരന്റ് സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. താങ്ക് യു.